അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. യസ്രിബിൽ ഇസ്ലാമിന് ശത്രുക്കളായുള്ളത് കാര്യമായി രണ്ടുപേരാണ്. ഔസ് ഖസ്റജ് തായ്വഴിയിലൂടെ ഇരുവരും ആ ജനതയിൽ നല്ല സ്വാധീനമുള്ളവരുമാണ്. ഔസ് ഗോത്രത്തിലെ സന്യാസി എന്ന് വിളിക്കപ്പെടുന്ന അബൂ ആമിർ ആയിരുന്നു അതിലൊരാൾ. അയാൾ എപ്പോഴും ഒരു രോമക്കുപ്പായമാണ് അണിയാറുള്ളത്. അബ്രഹാം മതത്തിൽപ്പെട്ടവനാകയാൽ യസ്രിബുകാർക്കിടയിൽ ഒരു പരിധിവരെ ആത്മീയതയുടെ ഒരു ആധികാരിക പരിവേഷം അദ്ദേഹം നേടിയെടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ ഉടനെ അദ്ദേഹം അവിടുന്ന് വന്ന് കാണുകയുണ്ടായി. പുതിയ മതത്തെക്കുറിച്ച് പ്രകടനാത്മകമായ രീതിയിൽ ചില കാര്യങ്ങൾ അയാൾ ചോദിച്ചറിയുകയും ചെയ്തു. ഖുർആനിൻ്റെ ഭാഷയിൽ താൻ കൊണ്ടുവന്നത് ഇബ്രാഹിം നബിയുടെ മതമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് വ്യക്തമാക്കി. അപ്പോൾ അബൂ ആമിർ താങ്കൾ അബ്രഹാമിൻ്റെ മതത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് ആരോപിക്കുകയുണ്ടായി. എന്നാൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്നും ഇബ്രാഹീമി മതത്തെ കൂടുതൽ സുവ്യക്തമായി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രതിവചിച്ചു. ദൈവം കളവ് പറയുന്നവന് അജ്ഞാതവും ഏകാന്തവുമായ ഒരു മരണം കൊടുക്കട്ടെ എന്ന ശാപപ്രാർത്ഥനയായിരുന്നു ഇതിന് അബൂ ആമിറിൻ്റെ പ്രതികരണം. അപ്പോൾ അങ്ങനെയാവട്ടെ, കളവ് പറയുന്നവന് അങ്ങനെയൊരു മരണം ദൈവം കൊടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മൊഴിഞ്ഞു. റിപ്പോർട്ട് ഇബ്നു ഇസ്ഹാഖ് 411-412. അതിനുശേഷം തൻ്റെ അംഗീകാരം നാൾക്കുനാൾ ചോർന്നു പോകുന്നതാണ് അബൂ ആമിറിന് കാണാൻ കഴിഞ്ഞത്. സ്വന്തം പുത്രൻ ഹംസല പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം പുൽകി അവിടുന്നിൻ്റെ അനുയായിയായി മാറുന്ന കാഴ്ചക്കും അബൂ ആമിറിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇതൊക്കെ അയാളെ ശരിക്കും വിഭ്രാന്തി പിടിപ്പിച്ചു. പിന്നെ അധികകാലം അബൂ ആമിറിന് യസ്രിബിൽ പിടിച്ചു നിൽക്കാനായില്ല. തൻ്റെ 10ഓളം വരുന്ന അനുയായികളുമായി അയാൾ മക്കയിലേക്ക് പോയി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച യസ്രിബിലെ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ശത്രു അബൂ ആമിറിൻ്റെ തന്നെ മാതൃ സഹോദരൻ ഖസ്റജ് ഗോത്രത്തിൽ നിന്നുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ആണ്. പിതാമഹനിലേക്ക് ചേർത്ത് ഇബ്നു സുലൂൽ എന്നും ഇയാൾ അറിയപ്പെടുന്നു. ഇയാളുടെ വിരോധത്തിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പ് വാസ് യുദ്ധങ്ങളിൽ പൊറുതിമുട്ടിയിരുന്ന അവിടുത്തുകാർ സമാധാന സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഒരു രാജാവിനെ അവരോധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യതയുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെയാണ് അവർ ആ സ്ഥാനത്തേക്കായി കണ്ടുവച്ചിരുന്നത്. അദ്ദേഹത്തെ അണിയിക്കാനുള്ള കിരീടം പണിയാൻ പോലും അവർ തട്ടാനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യസ്രിബ് പ്രവേശനം. അതോടെ ജനങ്ങൾ അയാളെ വിട്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്നാലെ കൂടി. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സിംഹാസനം മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കവർന്നെടുത്തതായി അയാൾക്ക് അനുഭവപ്പെട്ടു. ഇത് ഇബ്നു ഉബയ്യിനുണ്ടാക്കിയ നിരാശയും വിദ്വേഷവും ഊഹിക്കാമല്ലോ. പോരാത്തതിന് തൻ്റെ മകൻ അബ്ദുള്ളയും മകൾ ജമീലയും വരെ ഇസ്ലാം സ്വീകരിക്കുന്നതും കാണേണ്ടി വന്നു. എന്നാൽ അബൂ ആമിറിനെ പോലെ നാടുവിടാനൊന്നും ഇബ്നു ഉബയ്യ് തുനിഞ്ഞില്ല. പ്രവാസിയുടെ സ്വാധീനം മങ്ങിപ്പോകുമെന്ന പ്രതീക്ഷയിൽ അയാൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഖസ്റജ് മുഖ്യന്മാരിൽ ഒരാളായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. യസ്രിബിലെ സമ്പന്നരെല്ലാം ചുറ്റും കോട്ട കെട്ടിയാണ് വലിയ വീടുകൾ നിർമ്മിക്കാറുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ ഇബ്നു ഉബയ്യിൻ്റെ താമസ സ്ഥലത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോത്രമര്യാദ അനുസരിച്ച് തൻ്റെ കഴുതപ്പുറത്തു നിന്നിറങ്ങി അയാളെ അഭിവാദ്യം ചെയ്ത് കുറച്ച് സമയം അയാൾക്കൊപ്പം ചെലവഴിക്കാൻ തയ്യാറായി. ഇബ്നു ഉബയ്യ് അപ്പോൾ കൊത്തളത്തണലിൽ ചില കുലമുഖ്യന്മാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് അവർക്കൊപ്പം ഇരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്ത് അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു.
അവിടുന്ന് അതിന് പ്രചോദനാത്മകമായി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്നു ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്റെ അടുക്കൽ ഇതിനേക്കാൾ നല്ല വർത്തമാനമുണ്ടായിരിക്കാം, അത് ശരിയായിരിക്കാം. അപ്പോൾ നീ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുക. ആരെങ്കിലും നിന്റെ അടുക്കൽ വരികയാണെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് വരാത്തവരെ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലേക്ക് അവർക്ക് താല്പര്യമില്ലാതെ കടന്നു വരികയും ചെയ്യരുത്. അയാൾ ഇത് പറഞ്ഞ് നാവെടുക്കേണ്ട താമസം അല്ല. ഒരു ശബ്ദം അവിടെ മുഴങ്ങി. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. ഏതു സന്ദിഗ്ധ ഘട്ടത്തിലും തൻ്റെ സഹകാരിയായി വർത്തിക്കുമെന്ന് ഇബ്നു ഉബയ്യ് വിശ്വസിച്ചിരുന്ന വ്യക്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അതുമായി അങ്ങ് ഞങ്ങളിലേക്ക് വരണം, ഞങ്ങളുടെ വീടുകളിൽ സന്ദർശനം നടത്തണം. കാരണം ഞങ്ങൾ അതിനെ സ്നേഹിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് അവൻ്റെ ഔദാര്യം വർഷിച്ചതാണത്. അതിലൂടെ ദൈവം ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇതോടെ നിരാശനായ ഗോത്രമുഖ്യൻ അടുത്ത സുഹൃത്തുക്കൾ വിട്ടുപോകുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന വിരഹഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിത ആലപിച്ചു. ഒരു വശത്തെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷം പകർന്നെങ്കിലും മറുവശത്ത് ഇബ്നു ഉബയ്യിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അപമാനകരമായ സമീപനം അവിടുന്ന് ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടം വിട്ടിറങ്ങി രോഗിയുടെ വീട്ടിലെത്തുമ്പോഴും അവിടുന്നിൻ്റെ മുഖത്ത് താൻ അനുഭവിച്ച നിരാകരണത്തിൻ്റെ അടയാളം പ്രതിഫലിച്ചു നിന്നിരുന്നു. ഇത് മനസ്സിലാക്കിയ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്താണ് അങ്ങയെ പ്രയാസപ്പെടുത്തിയതെന്ന് നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരായുകയുണ്ടായി. ഇബ്നു ഉബയ്യിൻ്റെ പഴുതുകളില്ലാത്ത സത്യനിഷേധത്തെക്കുറിച്ച് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് വിവരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവദൂതരെ, അങ്ങയാളോട് മാന്യമായി പെരുമാറിയാൽ മതി. കാരണം ദൈവം താങ്കളെ ഞങ്ങളിലേക്ക് എത്തിച്ച ഈ സമയമെന്നത് ഞങ്ങൾ അയാളെ അലങ്കരിക്കാനുള്ള ഒരു കിരീടം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം കാണുന്നത് ആ രാജ്യം അദ്ദേഹത്തിൽ നിന്നു താങ്കൾ പിടിച്ചെടുത്തതായിട്ടാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും മറക്കുകയുണ്ടായില്ല. ഇബ്നു ഉബയ്യിൻ്റെ കാര്യമാകട്ടെ അനുദിനം അയാളുടെ സ്വാധീനം ചോർന്നു പോയിക്കൊണ്ടിരുന്നു. ഇനി പരസ്യമായി ഇസ്ലാമിനെ എതിർത്തു നിൽക്കുന്നത് പന്തിയല്ലെന്ന് അദ്ദേഹത്തിനു തന്നെ തോന്നി. അങ്ങനെ അയാൾ തന്ത്രപൂർവ്വം ഇസ്ലാമിൽ ചേക്കേറി. പ്രാർത്ഥനകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കാനും തുടങ്ങി. എങ്കിലും സത്യവിശ്വാസികൾക്ക് അയാളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ മനസ്സു വന്നില്ല. അങ്ങനെ അവർക്ക് സംശയം നിലനിന്ന മറ്റു പലരും ഉണ്ടായിരുന്നെങ്കിലും ഇബ്നു ഉബയ്യിൻ്റെ വ്യക്തിപ്രഭാവം കൂടുതൽ അപകടകരമാണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.